Welcome back, RANDOMIZED. Welcome guys. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഗെയിം പ്ലേ അല്ല, നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു റിവ്യൂ ആണ്. അപ്പോൾ ഒരു ഗെയിമിംഗ് പ്രൊഡക്റ്റ് ആയതുകൊണ്ടാണ് ഗെയിമിംഗ് ചാനൽ ഇത് ചെയ്യണത്. അപ്പോൾ എന്ന് വെച്ചാൽ സംഭവം വെച്ചാൽ നിങ്ങൾക്കറിയാം, ഞാനിപ്പോൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഹെഡ്ഫോൺ ഇതാണ്. ആർജിൻ്റെ ഒരു അതാണ് എന്ന് വെച്ചാൽ ആ ഒരു ഹെഡ്ഫോണാണ്, കുഴപ്പമില്ലാത്തൊരു ഹെഡ്ഫോൺ. പക്ഷേ നമ്മളൊരു പുതിയൊരു സാധനം നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രൊഡക്റ്റ് റിവ്യൂയിലോട്ടാണ് വരാൻ പോണത്. അപ്പോൾ ഈ ഒരു മൈക്ക് കണ്ടില്ല, നമ്മൾ യൂസ് ചെയ്യുന്നത് മവോണ എന്നൊരു കമ്പനിയുണ്ട്. മവോണ എന്നൊരു കമ്പനീൻ്റെ ഇതാണ് യൂസ് ചെയ്യുന്നത്, മൈക്കാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവരുടേത് തന്നെ ഹെഡ്ഫോണും വരുന്നുണ്ട്. പക്ഷേ ആ ഹെഡ്ഫോണിൽ മൈക്ക് വരുന്നില്ല, പക്ഷേ ഹെഡ്ഫോൺ മാത്രം നല്ല ബാസ് ഒരു ടൈപ്പ് DJ ടൈപ്പ് അല്ലെങ്കിൽ ബാസ് ടൈപ്പ് ഒരു ഗെയിമിംഗ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് സാധനമാണ്. എല്ലാ ഇതിനും യൂസ് ചെയ്യും, ഗെയിമിങ്ങിന് മാത്രമല്ല എല്ലാ ടൈപ്പ് തരത്തിലുള്ള എൻ്റർടൈൻമെൻറ്റിനും യൂസ് ചെയ്യാൻ പറ്റുന്ന മൈക്കാണ്. ഒരു ബജറ്റ് ഹെഡ്ഫോൺ എന്ന് പറയാം. ബജറ്റ് ഹെഡ്ഫോണാണ്, ജസ്റ്റ് ഹെഡ്ഫോൺ മാത്രമുള്ളത്. അതിൽ മൈക്കില്ല. മൈക്ക് ഇവിടെ ഞാൻ ഓൾറെഡി യൂസ് ചെയ്യണത് ഗെയിമേഴ്സിനാണ് മെയിനായിട്ട് അത് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ DJ അങ്ങനെ ആളുകൾക്കാണ് യൂസ് ചെയ്യണത്. ഇത് സംഭവിച്ചാൽ മ്യൂസിക് കേൾക്കാനും സൗണ്ട് കേൾക്കാനും മാത്രം, മൈക്ക് ഇല്ല. അപ്പോൾ ഇതാണ് പ്രൊഡക്റ്റ്, ഇതാണ് ഞാൻ പ്രൊഡക്റ്റ്. ഇതിപ്പോൾ അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഇതിൽ എന്താ പറയുക, ഈ ഒരു ഇതിന് പ്രൊഡക്റ്റ് ആമസോണിൻ്റെ റേറ്റ് പറഞ്ഞാൽ ഏകദേശം 2700 രൂപ, 3000 രൂപേൻ്റെ അടുത്ത് തന്നെ വരും. പക്ഷേ ഇതൊരു എനിക്ക് തോന്നുന്ന ഒരു ബജറ്റ് ബേസ് നോക്കുകയാണെങ്കിൽ, മറ്റുള്ള ഗെയിമിങ്ങിൻ്റെ ഒക്കെ നോക്കുകയാണെങ്കിൽ റേറ്റിന് നല്ല വ്യത്യാസമുണ്ട്. കുഴപ്പമില്ലാത്തൊരു ബജറ്റ്. ബിക്കോസ് നോർമലി ഗെയിമിങ്ങിൻ്റെ സാധനത്തിനൊക്കെ നല്ല റേറ്റാണ് വരുന്നത്, നോർമലി എല്ലാത്തിനും വരുന്നത്. അപ്പോൾ ഇതൊന്ന് പൊളിച്ച് നോക്കണം. ഇത് പൊളിക്കണമെങ്കിൽ കുറച്ച് കഷ്ടപ്പെടണം. അപ്പോൾ നോക്കണത് പൊളിക്കണമെങ്കിൽ എന്തൊരു തേങ്ങയെടുത്ത് ഇവിടെ ഒരു സ്റ്റിക്കർ ഒടിച്ചിക്കണം. ഇവിടെ സ്റ്റിക്കർ ഒടിച്ചിക്കണം. അപ്പോൾ നമ്മൾ നേരെ നമ്മുടെ സ്ഥിരം പൊട്ടിക്കണ പരിപാടി അങ്ങനെ പൊളിച്ചേക്കാം. ഓക്കെ, മൊത്തത്തിൽ അങ്ങനെ പൊളിച്ച്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ബോക്സ്. ഇതാണ് മോണൻ്റെ. ഓക്കെ, ഇതാണ് നമ്മളത്, അത് നമ്മൾ വെച്ചു. ഇതാണ് ഗൈസ്. അപ്പോൾ വേണ്ട മൈക്ക് ഇതാണ് മവോണൻ്റെ AU-MH501 എന്നൊരു സ്റ്റുഡിയോ ഹെഡ്ഫോണാണിത്. സ്റ്റുഡിയോ ഹെഡ്ഫോണ് ആണ്. ഡിസൈനൊക്കെ കാണാൻ നിങ്ങൾക്ക് ഒരു ടൈപ്പാണ്, ഒരു ബ്ലർ ആയിട്ടുള്ളതാണ്. പക്ഷേ അത് കാണിക്കാം. ഇത് തുറക്കുകയാണെങ്കിൽ ഇതിനുള്ളിൽ ഇത് തുറന്ന് നോക്കണമെങ്കിൽ ഓക്കെ. പിന്നെ ഇതിന് വേറൊരു പ്രത്യേകത പറഞ്ഞാൽ കാണിച്ചു തരാം, ഒരു കമ്പാരിസൺ പറഞ്ഞുതരാം. ഈ ഒരു ഹെഡ്ഫോണിൻ്റെ ഒരു പ്രത്യേകത, ഇതിൻ്റെ ബോക്സ് തുറന്ന് നോക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കുറേ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് നോക്കട്ടെ. ഇതൊക്കെ കൂടി ഇത് എന്താണ്, ഇത് ഇങ്ങനെയൊക്കെ പൊടി ഹാപ്പി എന്നൊരു സംഭവം ഉണ്ട്. എന്തൊക്കെയോ നീഡ് ഹെൽപ്പ് ഒക്കെ. ഓക്കെ, അതൊക്കെ അവരുടെ ഹെൽപ്പും ഇതൊക്കെയാണ്. പിന്നെ അവരുടെ ഒരു എന്താ പറയുക കാറ്റലോഗും കാര്യങ്ങളൊക്കെ, അത് നമുക്ക് വേണ്ട. അപ്പോൾ അതൊക്കെ നമുക്ക് താഴത്തോട്ടിടാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഹെഡ്ഫോൺ. ഓക്കെ, ഹെഡ്ഫോൺ ഇതാണ്. ഈ ഒരു ഹെഡ്ഫോണിൻ്റെ ഒരു പ്രത്യേകത ഞാൻ എടുത്ത് പറയുകയാണെങ്കിൽ, ഇതിനൊരു പ്രത്യേകത വെച്ചാൽ ഇത് നമുക്ക് കമ്പ്യൂട്ടറിലും ഈ ഒരു സാധനം ഇതുണ്ട് ഗൈസ്. ഇത് എടുത്ത് മാറ്റട്ടെ. ഇത് നമുക്ക് ഇതിങ്ങനെ ഊരാൻ പറ്റും കേട്ടോ. ഇതിങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ കമ്പ്യൂട്ടറിലും മൊബൈലിലും യൂസ് ചെയ്യാം. അതല്ലാതെ നമുക്ക് കമ്പ്യൂട്ടറിൽ ഇത് തിരിച്ചു കഴിഞ്ഞാൽ അത് PC-ലും യൂസ് ചെയ്യും. മൾട്ടിപ്പിൾ യൂസേജ് ആണ് ഈ സാധനത്തിന് പറയുന്നത്. ഈ സാധനത്തിന് പറയുകയാണെങ്കിൽ മൾട്ടിപ്പിൾ യൂസേജ് ആണ്. അതിന് പുറമെ ഇതിൽ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്, ഇതൊരു ഫ്ലെക്സിബിൾ ടൈപ്പ് കേട്ടോ. ഇങ്ങനെയൊക്കെ റൊട്ടേറ്റ് ചെയ്യാം, ഇങ്ങനെയൊക്കെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം കേട്ടോ. ഫ്ലെക്സിബിൾ ടൈപ്പ്. എന്നാൽ പ്രൊഡക്റ്റിൽ നോക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റി ഉണ്ട് പ്രൊഡക്റ്റിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ. അതിനും പുറമെ എടുത്ത് പറയേണ്ട ഒരു കാര്യം പറഞ്ഞാൽ ഇതിൻ്റെ വയേഴ്സാണ് കേട്ടോ. ഈ ഒരു വയറാണ് നമുക്ക് ഏറ്റവും നല്ലത്. ബിക്കോസ് പല ആളുകളും, ഞാൻ പോലും ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ്, എടുത്ത് കാണിക്കാം. ഇത് കണ്ട, ഇത് എൻ്റെ ഹെഡ്ഫോൺ ഇപ്പം യൂസ് ചെയ്യുന്ന ഹെഡ്ഫോണിൻ്റെ വയർ കണ്ട ഇങ്ങനെ ചുരുണ്ട് വരും. പക്ഷേ ഇതിൻ്റെ ഒരു നമുക്കൊരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു സംഭവമാണ് വെച്ചാൽ, ഈ ഒരു കേബിള് ഇത്രത്തോളം നമുക്ക് ചുരുണ്ടിട്ട് തന്നെ വരുന്നത്, ഓൾറെഡി ചുരുണ്ടിട്ടാണ് വരുന്നത് കണ്ടോ. അപ്പോൾ ഇത് നമുക്കായിട്ട് ഡിസ്റ്റർബൻസ് ഉണ്ടാവില്ല. നമുക്ക് ആ ഒരു ടെലിഫോൺ വയേഴ്സിൻ്റെ ഒക്കെ പോലത്തെ ഒരു ഇതാണ്. പിന്നെ അത് ഞാൻ കുത്തി നോക്കണം. അതിന് മുമ്പായിട്ട് നമുക്ക് ഇതിൻ്റെ ക്വാളിറ്റി ബേസ് ഒക്കെ നോക്കണമെങ്കിൽ കുഴപ്പമില്ല. നമുക്ക് ഇത് ലെഫ്റ്റ് ഇത് റൈറ്റ്. ഓക്കെ, ഇവിടെ ലെഫ്റ്റ് റൈറ്റ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. മവോണൻ്റെ പേരാണിത്, മവോണ. അതിനെങ്ങനെ വെക്കുകയാണെങ്കിൽ കംഫർട്ട് സോൺ നോക്കണമെങ്കിൽ കുഴപ്പമില്ല. ഇപ്പോൾ വേറെ കാര്യമെന്ന് വെച്ചാൽ, ഈ ഹെഡ്ഫോൺ വെക്കുമ്പോൾ സറൗണ്ടിങ്സിൻ്റെ സൗണ്ടുകളൊന്നും നമുക്ക് കേൾക്കണില്ല, കുറച്ച് സൈലൻ്റ് ആണ്. കാര്യം പറയണേ, ആ ഒരു ഫാൻ, ഇവിടെ ഒരു ഫാൻ കറങ്ങുന്നുണ്ട്. ഇത് ഊരിക്കഴിഞ്ഞാൽ ആ ഫാനിൻ്റെ സൗണ്ട് നല്ലോണം കേൾക്കാം. പക്ഷേ മറിച്ച് ഇത് ഞാൻ ചെവിയിലോട്ട് വെച്ച് സെറ്റായി വെച്ച് കഴിഞ്ഞാൽ ആ സൗണ്ട് കുറവാണ്, ഒരു ചെറിയ മൈന്യൂട്ട് സൗണ്ട് വരുള്ളൂ. അപ്പോൾ ഇതുപോലെ കുത്തി നോക്കണം, നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇതാണ് വയറാണ് ഞാൻ പറഞ്ഞത്. വയറിൻ്റെ ഒരു പ്രത്യേകത, നമുക്ക് ഇത്രയും വലിച്ചാലും തൊട്ടടുത്തുള്ള ഇവിടെ തന്നെ വലിച്ചിടാം. ഓക്കെ,
ഇത് ഇങ്ങനെയും കൊണ്ടുവരാം എങ്ങനെയും കൊണ്ടുവരാം, നമുക്ക് ഇഷ്ടത്തിന് ചെയ്യാം. അതുപോലെ നമുക്ക് ഹെഡ്ഫോൺസ് മാത്രമാണ് നമുക്ക് എൻ്റെ നിങ്ങൾക്കറിയാം എൻ്റെ മോണിറ്റർ AOCൻ്റെ മോണിറ്റർ, അപ്പോൾ അതിൻ്റെ അടിയിൽ തന്നെ നമുക്ക് ഹെഡ്ഫോണിൻ്റെ സംഭവമൊക്കെ ഉണ്ട്. ആ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം ഈ ഒരു സംഭവം നോക്കണമെങ്കിൽ. അപ്പോൾ കൂടുതൽ ഡിസ്റ്റർബൻസ് ഇല്ല. നമുക്ക് ഇവിടെ കമ്പ്യൂട്ടറിൽ ഇവിടെയും കുത്താം അവിടെയും കുത്താം. ഇത് പിന്നെ എക്സ്പാൻഡബിൾ ആട്ടോ കൈസ്, ഇത് എക്സ്പാൻഡബിൾ ആണ്. കാര്യങ്ങൾ നോക്കണമെങ്കിൽ എക്സ്പാൻഡബിൾ ആണ്. ആൻഡ് എക്സ്പാൻഡബിൾ മാത്രമല്ല ഇതിങ്ങനെ നമുക്ക് മടക്കി ഇങ്ങനെ വെക്കാം, ഇങ്ങനെ മടക്കാം, എത്രത്തോളം മടക്കാം, ഫ്ലെക്സിബിൾ, അധികം ഫ്ലെക്സിബിൾ ആയിട്ട് ഇങ്ങനെ മടക്കി വെക്കാം. നമുക്ക് ഇങ്ങനെ കാര്യങ്ങളിലൊക്കെ ഇങ്ങനെ വെക്കാം കേട്ടോ, ഇങ്ങനെ മടക്കി വെക്കാം, അത്ര മടക്കി വെക്കാം. പിന്നെ ഇങ്ങനെ ഷോൾഡർ ചെയ്ത് നമുക്ക് കയ്യിലെടുത്ത് വെക്കാം. ലിങ്ക് നിങ്ങൾക്ക് ആരെങ്കിലും ഇത് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഒരു മൈക്കും ഇത് ഓൾറെഡി ഞാൻ ലിങ്കിൽ വെച്ച് ഡിസ്ക്രിപ്ഷനിലുണ്ട്, മൈക്കിൻ്റെ പേരുണ്ട്, അത് നിങ്ങൾക്ക് വാങ്ങാം. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, അതിൽ ആമസോൺ ലിങ്ക് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ കാര്യം ഞാൻ ആമസോണിൽ ഇടാം. ഇതിൻ്റെ ഓൾറെഡി എൻ്റെ വീഡിയോ ആമസോണിൽ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാം, അവിടെ റിവ്യൂ വീഡിയോ ഉണ്ട്. അപ്പോൾ ബഡ്ജറ്റ് ബേസിൽ നമുക്ക് സൗണ്ട് ക്വാളിറ്റിയിൽ ഒന്ന് ചെക്ക് ചെയ്യാം കാര്യം. അപ്പോൾ സൗണ്ട് ക്വാളിറ്റിയിൽ എങ്ങനെയുണ്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഞാൻ ഏതെങ്കിലും നോ കോപ്പിറൈറ്റ് സൗണ്ട്സ് ഒക്കെ ഇട്ടൊന്ന് ചെക്ക് ചെയ്തൊക്കെ നമുക്കതൊന്ന് ആദ്യം വെച്ച് നോക്കട്ടെ, ചെവിയിൽ വെച്ച് നോക്കിയിട്ട് ഒന്ന് സെറ്റാക്കി ഒന്ന് ഫിറ്റ് ചെയ്ത് വയറൊന്ന് ഫിറ്റ് ചെയ്തിട്ട് ഞാൻ ഒന്ന് വരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, ഒന്ന് ഷെയർ ചെയ്തേക്കുക, സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമ്മൾ റോഡ് ടു 100K ഇപ്പോൾ റോഡ് ടു 85K എന്ന് പറയാം. സോ മാക്സിമം ഒന്ന് ചെയ്തേക്കുക ആൻഡ് സപ്പോർട്ട് ചെയ്തേക്കുക. സോ ഞാനൊന്ന് ഫിക്സ് ചെയ്തിട്ട് വരാം. ഓക്കെ, ഞാൻ മൈക്കൊന്ന് ഫിക്സ് ചെയ്തിട്ടുണ്ട്, ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സൗണ്ട് ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ സൗണ്ട് കേൾക്കാൻ ഞാനിപ്പോൾ എടുക്കാൻ പോകുന്നത് വെച്ചാൽ നമ്മുടെ യൂട്യൂബിൽ ഏതെങ്കിലും നോ കോപ്പറേറ്റിൻ്റെ ഒരു മ്യൂസിക് എടുക്കാം, നമുക്ക് ടെസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഇപ്പം കേൾക്കാൻ പറ്റില്ല, പക്ഷേ അതിൻ്റെ ഒരു ക്വാളിറ്റി ഞാൻ പറഞ്ഞുതരാം എത്രത്തോളം ഉണ്ടെന്ന്. അപ്പോൾ ഞാനൊരു സൗണ്ട് ഏതെങ്കിലും നോ കോപ്പറേറ്റിൻ്റെ ഒരു റിലീസിൻ്റെ ഒരു പാട്ട് എടുത്തിട്ട് അത് പ്ലേ ചെയ്തുക. അപ്പോൾ എത്ര ഇതിന് വേണ്ട, അതിൻ്റെ ഒരു ക്രിസ്റ്റൽ ക്ലാരിറ്റിയും എല്ലാ ക്ലാരിറ്റിയും വ്യത്യാസം ഞാൻ പറഞ്ഞുതരാം നോക്കിയിട്ട്. പിന്നെ വേറെ കാര്യം വെച്ചാൽ ഇതിൻ്റെ സൗണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കാണുന്നില്ല, ഡെമോ എവിടെയും ഇല്ല, കൊള്ളും ഇതിൽ മാത്രം. അപ്പോൾ നിങ്ങൾക്ക് പാട്ട് ഇപ്പോൾ നിങ്ങൾക്ക് എന്തായാലും കേൾക്കുന്നുണ്ടോ? അപ്പോൾ ഈ സൗണ്ട് ഞാൻ എൻ്റെ ഇതിൽ നോക്കുകയാണെങ്കിൽ ഈ ഹെഡ്ഫോണും എൻ്റെ പഴയ ഹെഡ്ഫോണും ഇവിടെ വെച്ച പഴയ ഹെഡ്ഫോണും കമ്പാരിസൺ നോക്കുകയാണെങ്കിൽ രണ്ടും നല്ല വ്യത്യാസമുണ്ട്. ഇത് കുറച്ചുകൂടി കൂടിയ സൗണ്ടാണ് ഇതിൽ. പിന്നെ നോക്കേണ്ട കാര്യം വെച്ചാൽ ഇതിൽ അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ട് ഒന്നുമില്ല. അപ്പോൾ ഇത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യട്ടെ, നമുക്ക് ഇങ്ങനെയൊക്കെ വെച്ചിട്ട് നമുക്കിപ്പോൾ ഇങ്ങനെ കേട്ടിതാക്കാൻ ഒക്കെ പറ്റും. പിന്നെ വേറെ എന്താ ഇതിനുള്ള ഇപ്പോൾ പറയുകയാണെങ്കിൽ, പക്ഷേ ഇതിൻ്റെ ഈ സാധനമൊക്കെ നല്ല ഫിനിഷിംഗ് ഉണ്ട്. പക്ഷേ ഇത് വേറെ ഈ ഒരു സാധനം പ്രത്യേകമാണെങ്കിൽ വെള്ളം തട്ടുക അങ്ങനെ എന്തെങ്കിലും തട്ടുകയാണെങ്കിൽ ഇത് പറഞ്ഞു പോരാനൊക്കെ ചാൻസസ് ഉണ്ട്. ഡെഫിനറ്റ്ലി അതൊരു ഇതിൻ്റെ ക്വാളിറ്റി നമുക്ക് പറയില്ല, നമ്മൾ യൂസ് ചെയ്യുന്നതനുസരിച്ചായിരിക്കും അതിൻ്റെ ക്വാളിറ്റി നമുക്ക് പറയാനുള്ളൂ. ഇപ്പോൾ വാങ്ങിയിട്ട് ഇന്ന് വന്നിട്ടുള്ള സാധനം ആമസോണിൽ നമ്മൾ വാങ്ങിയതാണ്. അല്ലാതെ പ്രൊഡക്റ്റിൻ്റെ ഈ ഒരു ഇതൊക്കെ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്കൊരു കുഷ്യൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ഏരിയയിൽ കുഷ്യൻ ഉണ്ട്, കംഫർട്ടബിൾ. ഇവിടെ നമുക്ക് തലേൻ്റെ അവിടെ കംഫർട്ട് വരാൻ വേണ്ടി അവിടെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യണമൊക്കെ ഓൾറെഡി എല്ലാത്തിനും കിട്ടും. നമുക്ക് നമ്മുടെ അനുസരിച്ച് എക്സ്പാൻഡ് ചെയ്യാം. വേറെ എന്ന് വെച്ചാൽ ഇത് റൊട്ടേറ്റബിൾ ആണ്, ഇതും റൊട്ടേറ്റബിൾ ആണ്, ഇവിടെയും റൊട്ടേറ്റബിൾ. അപ്പോൾ ഓൾറെഡി കുറേ റൊട്ടേഷൻ ആയിട്ടുള്ളത് എന്ന് വെച്ചാൽ നമുക്ക് പാക്കിങ്ങിനൊക്കെ ഈസിയാണെന്ന് പറയാൻ വേണ്ടിയിട്ടൊരു കയ്യിൽ ഒതുങ്ങും എന്നൊരു ഇതിലാണ് ഇവർ പറയുന്നത്. വേറെ എന്ന് പറയുകയാണെങ്കിൽ ഇതിൽ സൗണ്ടിൻ്റെ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും എനിക്കിവിടെ കണ്ടിട്ടില്ല. പിന്നെ അവരുടെ ലോഗോ, അവരുടെ ഡിസൈന്, പിന്നെ ലെഫ്റ്റും റൈറ്റും എന്ന് കാണിക്കുന്ന അത്ര ഇതുള്ളൂ. വേറെ ഒന്നുമില്ല ഇതിൻ്റെ പ്രൊഡക്റ്റിൽ പറയുകയാണെങ്കിൽ ബെസ്റ്റ് ഇൻ ക്ലാസ്. ക്വാളിറ്റിയിൽ പറയുകയാണെങ്കിൽ, പ്രൊഡക്റ്റ് ക്വാളിറ്റിയിലും പറയുകയാണെങ്കിൽ കുഴപ്പമില്ല, നല്ല പ്രൊഡക്റ്റ്. ആ ഒരു പൈസക്ക് ഞാൻ പറയുകയാണെങ്കിൽ ആ ഒരു എമൗണ്ട് നിങ്ങൾ കൊടുത്തതിനുള്ളൊരു എമൗണ്ട് ഉണ്ട്. ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ അത് വാങ്ങിയത് 2800 2700 രൂപക്കാണ്. ആമസോണിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലോ ക്ലിക്ക് ചെയ്ത് വാങ്ങാം താല്പര്യമുള്ളവർക്ക്. ക്വാളിറ്റി ബേസ് നോക്കുകയാണെങ്കിൽ നല്ല സൗണ്ട്, നല്ല ക്ലാരിറ്റി സൗണ്ട് ഉണ്ട്. എൻ്റെ പഴയ ഹെഡ്ഫോണിൻ്റെ കാണാൻ നോക്കുകയാണെങ്കിൽ നല്ല ക്ലാരിറ്റി ഉണ്ട്. ബിക്കോസ് ഞാൻ ഈ പ്രൊഡക്റ്റും ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ഈ പ്രൊഡക്റ്റും ഈ ഒരു മൈക്കും, സൗണ്ടിൻ്റെ വ്യത്യാസം ഉണ്ട് ആ മൈക്കൂരി. ഇപ്പം ഈ ഒരു മൈക്കും ഇതും ഒരേ സാധനമാണ്. അപ്പോൾ ഞാൻ ഇത് പ്രിഫർ ചെയ്യുക വെച്ചാൽ ഈ മൈക്കിൻ്റെ ക്വാളിറ്റി എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെയാണ് ഇതിന് ഞാൻ പ്രിഫർ ചെയ്തത്. ബിക്കോസ് അവരുടെ ഞാൻ പ്രൊഡക്റ്റ് ബാക്കിയുള്ള നോക്കിയപ്പോൾ ഇതും 2 അവർ എടുത്തിട്ടുണ്ട്. ഇനിയും അവരുടെ വേറെ പല പ്രൊഡക്ട്സും ഉണ്ട്, അവർ നോക്കണേ പല പ്രൊഡക്ട്സും ഉണ്ട് ഇവരുടെ ഇത് നോക്കണമെങ്കിൽ. അതുപോലെ നമുക്ക് സ്റ്റുഡിയോ സൗണ്ടുകളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മെഷീനറീസ്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. അവർ ഓൾറെഡി ഒരു സൗണ്ടിൻ്റെ ഒരു മേഖലയിൽ ഒരു കമ്പനീനെ പറയാം. വെച്ചാൽ ഈ ഇങ്ങനത്തെ ഒരു സംഭവങ്ങൾ മാത്രമേ അവർ വിൽക്കുന്നുള്ളൂ. അവരുടെ വെബ്സൈറ്റിൽ കയറി നോക്കിയാൽ അവരുടെ വെബ്സൈറ്റ് ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. നിങ്ങൾക്ക് അവരുടെ പ്രൊഡക്ട്സ് ചെക്കൗട്ട് ചെയ്യാം. അവിടെ എല്ലാ ഐറ്റംസും ആമസോണിൽ കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രൊഡക്റ്റ് ആയിരിക്കും ഞാനിവിടെ നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നത്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനുണ്ട്. ആൻഡ് കൂടുതൽ കാര്യങ്ങളൊന്നും ഞാൻ ഇനി പറയാനുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ പറയുകയാണെങ്കിൽ 10 ഞാനൊരു ഗ്രേഡിങ് കൊടുക്കണമെങ്കിൽ, സ്റ്റാർ കൊടുക്കണമെങ്കിൽ 7.5 ഞാൻ കൊടുക്കാം ആസ് പെർ ഇതിൻ്റെ അത് നോക്കണമെങ്കിൽ. ബിക്കോസ് ഇതിൽ ഡിമെറിറ്റ്സ് പറയുമ്പോൾ സൗണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സംഭവമില്ല. നമുക്ക് എപ്പോഴും കമ്പ്യൂട്ടറിനുള്ളിൽ കയറി അതിൻ്റെ സൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യണം. പിന്നെ ഏറ്റവും നല്ലൊരു
എനിക്ക് പറ്റിയൊരു സാധനം ഈ ഒരു വയറിംഗ് സിസ്റ്റമാണ് ഏറ്റവും നല്ല കംഫർട്ടബിൾ. മറ്റേത് വെച്ചാൽ നമ്മൾ വയർ കുടുങ്ങിക്കുമ്പോൾ നമ്മൾ വലിക്കുക, അത് ഭയങ്കര ഇതാണ്. വേറെ എന്ന് വെച്ചാൽ പ്രൊഡക്റ്റിൽ എവിടെ കംഫർട്ട് സോൺ നല്ലൊരു ഡിമെറിറ്റ് അല്ലാത്ത മെറിറ്റുള്ള സാധനമാണ്. ഒരു നല്ലൊരു കംഫർട്ട് സോൺ കിട്ടുന്നതാണ്. അതുപോലെ ഇതും കംഫർട്ട് സോണാണ്. വെച്ച് നോക്കുമ്പോൾ അതിന് ചെവിൻ്റെ ഉള്ളിൽ നിന്ന് ടച്ച് ചെയ്ത് നിൽക്കും. നമുക്ക് ഇവിടുന്ന് അഡ്ജസ്റ്റ് ചെയ്യട്ടെ, വലിച്ചത് അഡ്ജസ്റ്റ് ചെയ്യാം, എന്നിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള വോയിസൊക്കെ എല്ലാം കുഴപ്പമില്ല പറയണമെങ്കിൽ ഫുൾ ക്ലാരിറ്റിയോടെ നമുക്ക് കേൾക്കാം. ആൻഡ് വേറെന്ത് കേസ്. അപ്പോൾ താല്പര്യമുള്ളവർ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ആമസോണിൽ വാങ്ങുക, പൊളിച്ചെടുക്കുക. ഇത് എൻ്റെ എന്താ പറയുക ഒരു ആദ്യമത്തെ ഒരു ക്യാമറയിൽ ക്ലാരിറ്റി ആദ്യത്തെ ഒരു പ്രൊഡക്റ്റ് റിവ്യൂ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ താല്പര്യമുള്ളവർ ആമസോണിൽ ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് വാങ്ങുക. ഓക്കെ. ആൻഡ് വേറൊന്നുമില്ല, മൗണൻ്റെ അടുത്തൊരു രണ്ടാമത്തെ പ്രൊഡക്റ്റ് ഞാൻ വാങ്ങിയിരിക്കുന്നു. ഒരു മൈക്കും വാങ്ങി, ഹെഡ്ഫോൺ വാങ്ങി. ഇനി അടുത്തത് അവരുടെ പേര് എന്താണ് നമുക്ക് നോക്കാം. ഓക്കെ, that's all guys. Randomized signing off with PC tomorrow at the same time at the same place. Bye bye.